ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ സംബന്ധിക്കുന്ന ഒരു വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പരീക്ഷ അടുത്തെത്തി അല്ലേ? പരീക്ഷയ്ക്ക് ഇനി 2 മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2 മുതൽ 3 മാസം വരെ അവശേഷിക്കുന്നുള്ളൂ. അവിടെ നമുക്ക് ആ പരീക്ഷ അപ്ഡേറ്റ്, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? നമുക്ക് ഈ വീഡിയോയിലൂടെ ഇത് ചർച്ച ചെയ്യാം. നമുക്കറിയാം, വില്ലേജ് അസിസ്റ്റന്റ് എന്നുള്ളത് 23,700 52,600 രൂപ സാലറി സ്കെയിലുള്ള ഒരു തസ്തികയാണ് അല്ലേ? ഇതിന് പ്രിലിമിനറി ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രിലിമിനറി ഇല്ല, ഒറ്റ പരീക്ഷ മാത്രമാണ് ഇതിനുള്ളത്. ഒരു പരീക്ഷ മാത്രമാണുള്ളത്. ആ പരീക്ഷയാണ് ഇനിയിപ്പോൾ PSC ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സമയത്ത് തന്നെ അതിനെ സംബന്ധിച്ച് PSC അഭിപ്രായം പറയും. ആ ഡേറ്റ് ഫിക്സ് ചെയ്യപ്പെടും. നമുക്കറിയാം, PSC ഈ വർഷം ആദ്യം തന്നെ നമുക്കൊരു ടെൻറ്റേറ്റീവ് പ്രോഗ്രാം തന്നിരുന്നു. അതിൽ സെപ്റ്റംബർ മുതൽ നവംബർ 2026 വരെ 26 എന്നാണ് പറഞ്ഞിരുന്നത്. സെപ്റ്റംബർ മുതൽ നവംബർ 26 വരെയുള്ള ഏത് പീരീഡിലും ആകാമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടത്, സെപ്റ്റംബർ നടന്നില്ല എങ്കിൽ ഒക്ടോബറിൽ അത് നടക്കും. ഒക്ടോബർ ആദ്യം നടക്കും. നവംബർ വരെ ഒന്നും പോവില്ല. PSCയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പരീക്ഷാ കലണ്ടറുമായി നമ്മളത് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കറിയാം, PSC കൂടുതൽ താമസിപ്പിക്കുന്നില്ല. തസ്തികകളുടെയൊക്കെ പരീക്ഷകൾ പെട്ടെന്ന് നടത്തി പോവുകയാണ്. ഒരുപക്ഷെ സെപ്റ്റംബറിലാണെങ്കിൽ സെപ്റ്റംബർ 15 ശേഷമുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. എന്തായാലും അതിപ്പോൾ ഒരാഴ്ചക്കകം തന്നെ സെപ്റ്റംബറിലെ ഇത് വരും. അപ്പോൾ സെപ്റ്റംബറിൽ വരാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. വന്നാലും സെപ്റ്റംബർ അവസാനമായിരിക്കും. ഇനി ഇത് നവംബറിൽ, തീർച്ചയായും നവംബർ 15 തന്നെ നടത്തപ്പെടുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശുഷ്കാന്തിയോടുകൂടി വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ പഠിച്ചു മുന്നോട്ട്. നിങ്ങളോട് അത് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഒരു 10th തല പ്രിലിമിനറി ഒക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളായി. പ്രശ്നമില്ല. അവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, 22/2/2024 തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റ് വന്നത്. അപ്പൊ 22/2/2027 ഇതിന് പുതിയ ലിസ്റ്റ് ഉണ്ടാവണം. നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റാണ് ഏറ്റവും വൈകി വന്നത്. പത്തനംതിട്ടയുടെ ലിസ്റ്റാണെന്ന് ആദ്യം വന്നത് 1/12/2023 വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടാർഗറ്റിൽ നിന്ന് അവർ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകില്ല. അവിടെ കഴിയുന്നത് നേരത്തെ നടത്താനായിരിക്കും തീരുമാനിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്റ്റംബർ ഒരു പകുതി കഴിഞ്ഞോ അല്ലെങ്കിൽ ഒക്ടോബറിലോ പ്രതീക്ഷിക്കണം. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. ഇപ്പൊ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കഴിഞ്ഞ പ്രാവശ്യം ആ ലിസ്റ്റിന്റെ ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പക്ഷെ ഇനി വരുന്ന സമയത്ത് എല്ലാം കൂടി PSCയുടെ ഒരു തീരുമാനം അനുസരിച്ച് എല്ലാ ഒറ്റ തീയതിയിൽ തന്നെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക. പിന്നെ ഇതിന്റെ ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ താഴെത്തട്ടിലുള്ള ഒരു തസ്തികയാണ് ഇത്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതിന് മുകളിൽ വില്ലേജ് അസിസ്റ്റന്റ് ക്ലർക്കാണ്. വില്ലേജ് അസിസ്റ്റന്റ്, 2 വില്ലേജ് അസിസ്റ്റന്റ് ഉണ്ടാകും. പിന്നെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടാകും. ഇല്ലേ? ഇതാണ് വില്ലേജ് ഓഫീസിന്റെ ഒരു ഹയറാർക്കി. അവിടെയുള്ളൊരു കണ്ണിയാണ് നമ്മൾ വില്ലേജ് ഓഫീസറെ സഹായിക്കുക അല്ലേ? ആ എന്നുള്ള ജോലിയാണ് നമ്മൾ അവിടെ ചെയ്യുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. പിന്നെ ഇവിടുത്തെ സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ LDCയുമായി ഇതിനുള്ളൊരു വ്യത്യാസം വന്നാൽ 34,365 രൂപ. നിങ്ങൾ ഇപ്പോഴൊരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയാൽ നിങ്ങൾക്ക് ഗ്രോസ് സാലറി ഉണ്ടാകും. നിങ്ങളൊരു LDC ആയാൽ 38,425 രൂപ ഉണ്ടാകും. 4,000 രൂപയുടെ വ്യത്യാസമാണ് ഇവിടെ സാലറിയിലുള്ളത്. അവിടെ 23,700, പിന്നെ DA, പിന്നെ HRA വന്നപ്പോൾ 34,300. ഇവിടെ 26,500 LDCയുടെ സ്കെയിൽ. അതുകൊണ്ടാണ് 38,420. 4,000 രൂപയുടെ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് അതേപടി തന്നെ ആവർത്തിക്കുമെന്ന് കരുതിയാൽ മതി. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, തനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. പിന്നെ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് 20 മാർക്കുണ്ട്. ആനുകാലിക വിഷയങ്ങൾക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക് അല്ലേ? പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് 10 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ ഘടന. ഇതിന്റെ വിപുലമായ ലിസ്റ്റ് നിങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ഡീറ്റെയിൽഡ് സിലബസ് എടുത്തുകൊണ്ട്
അത് പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കുക. കൂടുതൽ സമയം നമുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 2-2.5 മാസത്തോളമേ ഇനി നമ്മുടെ പരീക്ഷയിലേക്ക് മുന്നോട്ട് പോകാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ ഒരു 10th പ്രിലിമിനറിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിന്റെ തുടർച്ചയായിട്ട് ഇതിലേക്ക് കടക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന 10th പ്രിലിമിനറിയെ സംബന്ധിച്ച് അവിടെ ഇംഗ്ലീഷ് ഇല്ല, മലയാളമില്ല, പക്ഷെ മാത്സ് ഉണ്ട്, മറ്റ് GK ഉണ്ട്. അതിനോടൊപ്പം തന്നെ മലയാളവും ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്ത് പിന്നെ ചെറിയ ചെറിയ ഭേദഗതികൾ വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇപ്പോഴ് നിയമന നിലകൾ നമ്മൾ കട്ട് ഓഫും പിന്നെ നിയമന നിലയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം പ്രീവിയസ് കട്ട് ഓഫ് എറണാകുളം ജില്ലയ്ക്ക് 264 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് കേട്ടോ. അതിനേക്കാൾ കൂടുതൽ സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 264 പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് ഇട്ടപ്പോൾ 72 ആയിരുന്നു കട്ട് ഓഫ്. ഇടുക്കിയിൽ 156 പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ 71 ആയിരുന്നു കട്ട് ഓഫ്. കോട്ടയത്ത് 158 പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ 71.3 ആയിരുന്നു കട്ട് ഓഫ്. കൊല്ലത്ത് 251 പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ 74 ആയിരുന്നു കട്ട് ഓഫ്. ആലപ്പുഴ 147 പേരുടെ മെയിൻ ലിസ്റ്റ് കേട്ടോ, മെയിൻ ലിസ്റ്റിൽ 70.6 ആയിരുന്നു കട്ട് ഓഫ്. പത്തനംതിട്ടയിൽ 134 പേരുടെ ലിസ്റ്റിൽ 70.67 ആയിരുന്നു. തിരുവനന്തപുരത്ത് 251 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ 82.65 ആയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു കട്ട് ഓഫ് കൂടുതൽ. ഒരു ജില്ലയിലും ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൽ 70-ൽ താഴെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ കട്ട് ഓഫ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത് കാരണം ഇത് ഒരു ചെറിയ ലിസ്റ്റാണ് എടുക്കുക. ഒരു 250, 300, 350, മാക്സിമം 350 പേരുടെ ലിസ്റ്റൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇച്ചിരി ഉയർന്നു നിൽക്കും. ഇപ്പോഴും നമ്മൾ ഈ പ്രാവശ്യവും 70-ന് മുകളിലൊരു കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകണം. നിയമന നിലയിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് 188 നിയമനം ഇതിനകം നടന്നിട്ടുണ്ട്. ഇടുക്കിയിൽ 55, കോട്ടയം 130, കൊല്ലം 121, ആലപ്പുഴ 93, പത്തനംതിട്ട 86, തിരുവനന്തപുരം 184. കഴിഞ്ഞ സെലക്ഷനുമായിട്ടൊക്കെ പരിഗണിക്കുമ്പോൾ സാമാന്യം മെച്ചപ്പെട്ട നിയമന നില ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് കട്ട് ഓഫ് 70.67 ഞാൻ ഇങ്ങനെ കട്ട് ഓഫ് വായിച്ചു പോകുന്നില്ല. 70-ൽ കുറഞ്ഞ ഒരു മാർക്ക് അല്ല അരമാർക്ക് കുറഞ്ഞെന്ന് പറയാം. വയനാട് മാത്രമാണ് 69.33 എന്നുള്ള കട്ട് ഓഫ് വന്നത് കേട്ടോ. അപ്പൊ നിയമനമൊക്കെ ഒരുവിധം മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന മുൻ വർഷങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അത്ര കുറവല്ലാത്ത രീതിയിൽ നിയമനങ്ങൾ നടന്നു പോകുന്നുണ്ട്. കാരണം ഇതിനകത്ത് നിയമനം നടക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു LD ക്ലർക്ക് ആയാൽ ആ ജോലി കിട്ടി അങ്ങ് പോകും. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു വേക്കൻസി ഉണ്ടാകും. അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാകാനുള്ള പ്രവണത ഈ ഒരു തസ്യയ്ക്കുണ്ട്. ഈ തസ്യയെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇതിന് ഇച്ചിരി പ്രൊമോഷൻ സ്കോപ്പ് LDC അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ LDC എഴുതി പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ LDC എഴുതി പോകണം. അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ BEO എന്ന BEOയുടെ പരീക്ഷ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ വില്ലേജ് ഫീൽഡ് VEO അല്ലല്ലോ, BFO വില്ലേജ് BFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ പരീക്ഷ നമ്മളെ സമീപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതിനെ വളരെ ഉത്തരവാദിത്വത്തോടെ, ഗൗരവബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ നേരിടാം. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.